السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسول سيدنا مولانا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدر المقدار العظيم. أما بعد، بسم الله الرحمن الرحيم. ومن يعظم حرمات الله فهو خير له عند ربه. صدق الله المولانا العظيم. من لا يرحم الناس لا يرحمه الله. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, ഒരു ಬಾಪಾಯವನು ಮಕ್ಕಗೂ ಕೊಡುಕೊಡೋ ಗ್ರೇಡ್ ಬಸ್ತೆಂದರು വലിയ സ്വത്യന്തരം കൊണ്ടുണ്ട അദബ് എന്തിനു പാട്ടോ? അദബ് പാടുற മര്യാദ. ಅದಬೋಡಿ ಮಾಡುವ ಬಾಪ ಮಕ್ಕಳು ಕೂಡ വലിയ ಆಸ್ತಿ. ಮಕ್ಕಗೂ എല്ലാം കൊടുക്കണമല്ലേ? ആഹാര പാനീയ മനുഷ്യന്മാരുടെ വ്യവഹാര ആക്കുന്ന വിഷയങ്ങനെ ಬೇಳ್ಮಾಯಕ್ಕೆ ಸ್ವರ ಹಾಕುವಲ್ಲಕ್ಕೆ ಟ್ರೈನಿಂಗ್ ಅಲ್ಲಾಹರು ಸೃಷ್ಟಿಕರ್ತವಲ್ಲ ಅಲ್ಲಾಹುಲ್ಲ അവൻ്റെ ബാധ്യതയെ അവൻ്റെ ഫർലായ കാര്യം അങ്ങനെ ആക്കണം എന്നെല്ല പണിപ്പാട്ടിൽ ബാപ്പയുടെ മേൽ ഫർലായ കാര്യമല്ലേ. അതോടുകൂടി അദബുൽ ഹസൻ, അദബ് പണിപ്പാടണം. അദബ് ആറ് ബാപ്പ അദബ് പണിപ്പാടണം. അങ്ങനെ പ്രാക്ടിക്കലാക്കി തന്നെ ഭാരി എന്നല്ലോ. പ്രാക്ടിക്കലായെങ്കിൽ വലിയ ബഹുമാനം ഉണ്ടാവണം. അദബ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അദബ് കൊണ്ട് എല്ലാവരും അങ്ങേറ്റത്തെ വലിയ മഹോന്നത സ്ഥാന സമ്പാദനാക്കും. അദബില്ലാത്തത് കൊണ്ട് എത്ര വലിയ ആലിമുൽ അല്ലാമ വലിയ വലിയ ആലിമുക ഹലാക്കായി പോയാൽ അദബില്ലാത്തത് കൊണ്ട്. ഒരു ഉദാഹരണം, ആദം നബി അലൈഹി സ്വലാമിനെ ബഹുമാനിക്കാത്തത് കൊണ്ടു വലിയ ആലിമുൽ അല്ലാമായും വലിയ ആബിദായും അസാസീൻ എന്തായി ഇബിലീസായ അതുകൊണ്ട് അദബ് ഭയങ്കര വെരി 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 ഇമ്പോർട്ടൻറ്റ്. അത് പരിപാടാറ് ബാപ്പാണ് മക്കളോട്ടുള്ള കടമയിൽ ഒന്നാമത് കടമ ഒരു കടമ ബാപ്പ അദബ് പരിപാടും. ബാപ്പ അദബ് പരിപാടാണ്. മനുഷ്യന്മാർ നല്ല അവിടെ അല്ലാടെ കൊണ്ടായിട്ടെങ്കിൽ അദബ് പരിപാടാറ് ബാപ്പ അദബ് പരിപാടും. അതുകൊണ്ട് ബാപ്പ എന്താക്കണം? പ്രായോഗികമായിട്ട് അദബ് പണിപ്പാട്ട് ബാപ്പാണ്. മക്കൾക്ക് നല്ല ബാപ്പ എന്താക്കണം? അദബ് പ്രായോഗികമായ പരിപാടി ബറാബരി വേഗം ഫലം പിടിക്കണം. ആരല്ല ഹിരിയങ്ങളെ ബഹുമാനിക്കണം, ചെറിയങ്ങളോട് കിരുഫ കാട്ടണം. പിന്നെ മല്ലായ റഹമന്നാസ്, ആറ് മനുഷ്യന്മാരുടെ കിരുഫ കാട്ടില്ല. അതുകൊണ്ടിട്ട് ലായ റഹമുഹുല്ലോ, അള്ളാഹു കിരുഫ കാട്ടില്ല. അതുകൊണ്ട് എല്ലാവരുടെ കിരുഫ കാട്ടുള്ള പണിപ്പാട്ടാറ് ബാപ്പ. അതിലൊന്ന് മര്യാദ പ്രധാന വിഷയത്തിൽ ഇസ്സത്ത്, അതായത് ബഹുമാനിക്കണം. എന്താ പറഞ്ഞത്? എന്തോ ബഹുമാനിക്കണം. ഉമ്മടെ അങ്ങനെ ബഹുമാനിക്കണം, ബാപ്പടെ അങ്ങനെ ബഹുമാനിക്കണം, ഹിരിയങ്ങനെ അങ്ങനെ ബഹുമാനിക്കണം എന്നെല്ലാം പണിപ്പാട്ട്. കാരണം അദബ് കൊണ്ട് എല്ലാ സ്വത്തുള്ളത് എത്ര ചെയ്തെങ്കിൽ മുആത്തുൽ ആദാബി ഔലാബിൽ അഹ്കാം. അദബ് പാലനുണ്ടല്ലേ വിധി നിഷേധത്തെ കാട്ടി പാലന ആജ്ഞാപാലന കാട്ടി അതിനെ കാട്ടി 6 ഗ്രേഡ്. ഇതിനൊക്കെ അദബ് 6ലില്ല. അങ്ങനെ എല്ലാ ഹൈറായ തടയപ്പെട്ടു. എല്ലാ ഹൈറ നിമിഷമുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദബില്ലാത്തങ്ങളിൽ എല്ലാ ഹൈറായ കാര്യാത്രങ്ങളുണ്ട്. അതുകൊണ്ട് ഇൽമു നാഫിയാവണുണ്ടില്ലേ, ബറക്കത്തുണ്ടാവുണ്ടില്ലേ. പ്രധാന ഉസ്താദന്മാരെ ബഹുമാനിക്കണം. ബാപ്പടെ കാട്ടി ആരെ ബഹുമാനിക്കണം ഉസ്താദന്മാരെ. അങ്ങനെ ഹിദ്മത്തിനെക്കണം. അങ്ങനെട്ടു വിനയാൻവിത്തനാണ്, തവാന്നു ആവണം. അങ്ങനെ എതിരായിട്ട് പലക്കെ പറയാണ്ടിക്കണം. ഏതുപോലെ ചെന്ന് രോഗി ഡാക്ടർ കൗണ്ട് അങ്ങനെ അർപ്പിസറ, അതുപോലെ ശിഷ്യന്മാർ ഉസ്താദന്മാർക്ക് അങ്ങനെ അർപ്പിസറ. കൈക്കാൽ പിടിച്ചിട്ട് അങ്ങനെ മുത്തലും സുന്നത്തുണ്ട്. ആരെ? ഉസ്താദന്മാരും. മഹാന ഷാഫി ഇമാമു കടലാസിലെ പേജ് പോലെടുക്കുമ്പോൾ ഭയങ്കര ജാഗ്രത ആಗಿದೆ. ശബ്ദമുണ്ടായിട്ട് അള്ളാഹ് ഉസ്താദിനെതിരിൽ ആ ഭാഗത്തേക്ക് കാൽ നീട്ടാത്ത മഹാന്മാരുള്ളാറ് ഉസ്താദിന്ന് ആ ഭാഗത്ത് എത്രമോ കിലോമീറ്റർ ദൂരത്തുള്ളൂ. എന്തുകൊണ്ട് അദബ് അതെല്ലാം പടിപ്പാട്ടിയാറങ്ങനെ ബാപ്പന്മാർ. അപ്പോൾ ഞങ്ങൾ എന്താക്കണം? മക്കൾക്ക് അദബ് പടിപ്പാടണം. അതുകൊണ്ടല്ല ഈ സിദ്ദീഖുൽ സിദ്ദീഖുല്ലാറെ കാട്ടി ಯಾರು ನಿಸ್ಕರ್ಚಂಗೆ ಉಳ್ಳಾರು, ಅವೆಲ್ಲ ಕಾಟಿ ಯಾರು ಕುರ್ಆನ್ ಓದಂಗೆ ಉಳ್ಳಾರು, ಎತ್ತರಮ ಉಳ್ಳಾರು, ಅವೆಲ್ಲ ಕಾಟಿ ಎತ್ತರಮ ಈ ಬಾತಿರ್ತಂಗೆ. പക്ഷേ സിദ്ദീഖുൽ അക്ബർ ഒന്നാം സ്ഥാനം കിട്ടി. എന്തുകൊണ്ടു? അള്ളാഹുവിൻ്റെ റസൂൽ കാട്ടിയ അദബ്.
അള്ളാഹു റസൂൽ അങ്ങേറ്റം ബഹുമാനിച്ചല്ലേ, പരമ ബഹുമാനം. അത് കൊണ്ടുണ്ടല്ലേ, അത് ഇലാഹല്ല, അത് അള്ളാഹുടെ റസൂൽ എന്ന് കൊണ്ടുണ്ടല്ലേ. പിന്നെ അബൂജഹൽ എന്തുകൊണ്ട് അവന് ഹിദായത്തായില്ല? അവന് കണ്ടോ അള്ളാഹു റസൂലിൻ്റെ ആരെ കണ്ടോ? അവന് അബ്ദുള്ളയുടെ മോനായിട്ട് കണ്ടോ? വെറും അബ്ദുള്ളയുടെ മോൻ മുഹമ്മദിന് കണ്ടോ? അവൻ എങ്കാലം അള്ളാഹു റസൂലിൽ നിന്ന് കണ്ടെങ്കിൽ അവന് ഹിദായത്തും ആവത്ത വലിയ മുതലെ പേരുണ്ടല്ലേ, അബുൽ ഹക്കം, ഇൽമുള്ള മനുഷ്യന്മാർ ലീഡറുണ്ട്, അങ്ങനെമേ ആവത്ത. ഇപ്പം എന്തായ അബൂജഹലായ, എന്തുകൊണ്ടു? അദബില്ലാണ്ടായോ, അദബ് ഇല്ലാണ്ട്. അതുകൊണ്ട് അദബ് വലിയ വിഷയം. അദബ് കൊണ്ട് എല്ലാ മനുഷ്യന്മാരെയും അതുകൊണ്ട് പഠിപ്പാടുന്നത് ബാപ്പായോട് പഠിപ്പാട്ടിട്ട് മക്കളെന്താക്കണം, അദബ് പഠിപ്പാടണം, അദബ് പഠിപ്പാടണം. അത് ഉസ്താദ് എന്തെങ്കിലും തപ്പ് വന്നെങ്കിലും ഉസ്താദന്മാർ തപ്പടെ ഔത്തുൽ ചൊല്ല കൂടെ തീരാ മാറ് ഉമ്മന്മാർ ബാപ്പന്മാർ. അത് ഉസ്താദ് എന്നെല്ലാം ബഹുമാനിക്കണം. ബഹുമാന വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബഹുമാനം ഉണ്ടാ അങ്ങ് വിന്നായരുടെ അർത്ഥം, അങ്ങ് ജയിച്ചാരേണ്ടത്. ആറ് അദബ് കാട്ടാറ് അഹ്ലു ബൈത്ത് അള്ളാഹു റസൂലിൻ്റെ പേരക്കുട്ടിമാർ, സുബ്ഹാനല്ലാഹ്, അള്ളാഹു റസൂലിൻ്റെ കുടുംബക്കാർ ഭയങ്കര അദബ് അങ്ങോട്ട്. എന്തുകൊണ്ടു? അങ്ങ് അള്ളാഹു റസൂലിൻ്റെ കുടുംബക്കാർ, സുബ്ഹാനല്ലാഹ്, അങ്ങേറ്റം പോകുന്ന ഉസ്താദന്മാർ. അങ്ങ് അള്ളാഹു റസൂൽ ആരത് വാരിസുദാരങ്ങ, അല്ലുലമാ വറസത്തുൽ അംബിയ. അതുകൊണ്ട് എല്ലാ ആലിമിനെ കണ്ടവർ എന്തുകൊണ്ടും ചിന്തിക്കടോ, അങ്ങ് അള്ളാഹു റസൂൽ വാരിസുദാർ. അത് ബഹുമാനം. ആ ബഹുമാനം ഉണ്ടല്ലേ, അത് വേഗത്ത് മനുഷ്യന്മാർക്ക് പറങ്ങത്ത എൽമല്ല പറപ്പാട്ട് എൽമലു നാഫിയ എൽമാക്കരുത്. എല്ലാവരും ഇതിലവൻ്റെ അങ്ങേറ്റം മേലാക്കരുത്. ഭൂമിയുടെ മേലും ഭൂമിയുടെ അടിയും ഇല്ലാണ്ടിട്ട് അതമില്ലാണ്ടിട്ടെങ്കിൽ ഏതും ഇല്ല. അതമില്ലാണ്ടിട്ട് എല്ലാം തടയപ്പെടും. എത്ര തടയപ്പെടുന്നതിന് അതമില്ലാത്ത മനുഷ്യന്മാർക്ക് ഇല്ലാത്ത മനുഷ്യന്മാർക്ക് എന്താണു സുന്നത്ത് തടയപ്പെട്ടു. സുന്നത്ത് തടഞ്ഞിട്ട് ഫർലായക്കാർ തടയപ്പെട്ടു. ഫർലായക്കാർ തടയപ്പെടുത്തിട്ട് ഹറാമാക്കാർ അവനക്കട. അവനെന്താ അവിടെ ഊടും ജയിക്കില്ല, ആഖിറത്തും ജയിക്കില്ല. അതുകൊണ്ട് പ്രത്യേകമായി ഞങ്ങൾ എന്താവണം, അദബുല്ലങ്ങാവണം. ആലിമിങ്ങനെ പുരോഹിത മരി പണ്ഡിത പൈസത്ത ദാസന്മാർ പൈസത്ത് ഭയപ്പെടുക എന്ന് ചെന്ന് തമാശാക്കണ മനുഷ്യന്മാരല്ല. 4 ഹലാക്ക് അവിടെ ഇവിടെ ഹലാക്കങ്ങ ഇവിടെ ഹലാക്ക്. അതവും പാട്ട് പഠിപ്പാട്ടാറ് ഇത് ബാപ്പ. അതുകൊണ്ട് കുറിച്ചെല്ലാം ഇവിടെ ഉദ്ദേശിച്ച മക്കളിട്ടു ബാപ്പയുടെ ബാധ്യത എന്ന് വെച്ചെല്ലാം പറഞ്ഞു. അതുകൊണ്ട് മക്കളെ ബാധ്യതയിൽ വന്ന പ്രധാന വിഷയം അദബ് പരിപാടിയാണ്. ഇൻഷാ അല്ലാഹ് ഞങ്ങളെ മക്കളും എല്ലാം നല്ല പഠിച്ചവൻ നിൻ്റെ മഹലായ ഫضل അഹ്ലു ബൈത്തിലെ ഫضائൽ മുത്ത് ബദരീങ്ങളെ വർക്കുന്നുണ്ട്. അല്ലാഹു സന്തോഷം അവിടെ നിലക്കുള്ള എല്ലാ അദബും ഞങ്ങളെ മക്കൾക്കും ഞങ്ങളെ മക്കളെ എല്ലാം നീ പ്രദാനം ചെയ്തുകൊണ്ട് പഠിച്ചവൻ അദബോട് കൂടി ജീവിക്കുക പഠിച്ചവൻ. അല്ലാഹ് നീ ആവതാക്ക. അല്ലാഹ് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.